കുട്ടി പഠിക്കുന്നതിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അമ്മ ഇങ്ങനെ ഓരോ പുസ്തകം മറിച്ചു നോക്കിയിട്ട് പറയാണ്, സയൻസും സോഷ്യലും മാത്സും ഒക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, എന്തോരം കഷ്ടപ്പെട്ടതാ പഠിക്കുന്ന സമയത്ത്, എന്നിട്ടും എന്ന് പറഞ്ഞ് നിർത്തി. കംപ്ലീറ്റ് ആക്കാതെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇത് പല പ്രാവശ്യം തുടരുന്നു. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി ചില സബ്ജക്റ്റിൽ തോൽക്കാൻ തുടങ്ങാണ്. അപ്പൊ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, അല്ല, അമ്മയെ നന്നായിട്ട് പഠിച്ചിരുന്നു, എന്നിട്ടും അമ്മയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു വിഷമം പോലെ, അമ്മയ്ക്ക് ഇത് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മ എന്തോ ഒരു ഫുൾഫിൽമെന്റ് അമ്മയുടെ സംസാരത്തിൽ എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനും വിചാരിച്ചു, എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. അമ്മ ഒരുപക്ഷെ ഉദ്ദേശിച്ചത് ഞാനും ഇതും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു, എന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച പൊസിഷനിൽ എത്തിയില്ല, അല്ലെങ്കിൽ എൻ്റെ കല്യാണം വേഗം കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് തുടർന്ന് പഠിപ്പിക്കാൻ എൻ്റെ വീട്ടിൽ അതിനുള്ളൊരു സാമ്പത്തികം ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ നാട്ടിലെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണമായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മളിത് മുഴുവനാക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇതിനെ ഫില്ല് ചെയ്യാണ്, അമ്മയ്ക്ക് പഠിച്ചിട്ട് എന്തോ ഒരു കുഴപ്പം, അവിടെ ഒരു മിസ്മാച്ചിങ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ കുട്ടിയും ഇതിലെ താഴോട്ട് പോവാണ്. ചില കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ പറയില്ലേ, ഓ ഞാനും ഒരു കല്യാണം കഴിച്ചു, ഓർക്കുമ്പോ തന്നെ എന്ന് പറയും. അത് അവരുടെ ലൈഫിനെ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ കേൾക്കുന്ന ആള് ഒരുപക്ഷെ വിചാരിക്കുക എന്താണ്, അയ്യോ കല്യാണം കഴിച്ചവർക്കൊക്കെ എങ്ങനെയായിരിക്കും, ഇത് ശരിക്കും വർക്കൗട്ട് ആവൂലേ, എൻ്റെ ലൈഫ് സ്പോയിൽ ആവോ എന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പ്രത്യേകിച്ച് കുട്ടികളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പറയാം, വളച്ച് പറയാൻ നിൽക്കണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും, അല്ലെങ്കിൽ അവര് അവരുടേതായ രീതിയിൽ അതിനെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കും. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.